എണ്ണാമെങ്കിൽ എണ്ണിക്കോ. എണ്ണി പഠിച്ചു. എത്ര മാങ്ങ ഉണ്ടെന്ന് നോക്ക്. ഞങ്ങളുടെ 2 ചെറിയ മരത്തേന്ന് പറിച്ച മാങ്ങയാണ്. പാതി കിളി തിന്നു, പാതി വവ്വാൽ തിന്നു, പാതി നാട്ടുകാർ പറിച്ചു, പാതി പിള്ളേർ പറിച്ചു, പാതി കാറ്റത്ത് കൊഴിഞ്ഞു പോയി, പാതി കോമ്പൗണ്ട് വാൾ വഴി കുറേ പേര് പറിച്ചുകൊണ്ട് പോയി, പാതി വേലയ്ക്ക് വന്നവർ പറിച്ചുകൊണ്ട് പോയി. ബാക്കിയത് മാങ്ങ ഞാൻ നല്ല വലിയ മാങ്ങ കണ്ടോ, ഓമയ്ക്കാൻ പറ്റുള്ള മാങ്ങ. ആക്ച്വലി ഈ മാങ്ങ കണ്ടോ എന്തോരം വലുതാണ്. ഇനി ഇത് വിളയും. ഇത്രയും മാങ്ങ കിട്ടി. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിന് മുന്നേ, മാവ് പൂക്കുമ്പോൾ പുകയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. ആ പുകച്ച് കഴിഞ്ഞ് കിട്ടിയ മാങ്ങ ഇനി ഇതിൻ്റെ ഒരു 3 ഇരട്ടിയുണ്ട്. പകുതിയും കിളി നിന്ന് പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇനി അതായത് നിൽപ്പുണ്ട്. ആ പുകയ്ക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ മാങ്ങ. ഹലോ, ഇന്ന് നമ്മുടെ മാവെല്ലാം നല്ലതായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. നല്ല നിറയെ പൂവുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഇപ്പോൾ അല്ല, ഞാൻ കുറച്ച് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ മാങ്ങ എല്ലാം പഴുത്ത് കഴിയുമ്പോൾ മാങ്ങയ്ക്കകത്തെല്ലാം നല്ല വലിയ മാങ്ങ, ഇത്രയും നല്ല മുഴുത്ത മാങ്ങ കിട്ടുന്നുണ്ട്. പക്ഷെ മാങ്ങ എടുത്ത് കഴിയുമ്പോൾ അതിനകത്തെല്ലാം പുഴുക്കൾ, നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം ഇതിനകത്ത് പുഴുക്കളെ കാണും. സോ അതിന് ഞാൻ 2-3 വർഷമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. മാവേ പൂ വന്ന് കഴിയുമ്പോൾ മാവിൻ്റെ ചുവട്ടിലിട്ട് തീ കത്തത്തില്ല, പുകയ്ക്കും. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. നല്ല പ്രയോജനമായ ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്ത് നോക്കാം. താങ്ക് യു. ഇത് കണ്ടോ, മാവെല്ലാം നല്ലതായിട്ട് പൂത്ത് ചെറിയ മാങ്ങകൾ നിറയുണ്ട്. അതിനകത്ത് ചിലതെല്ലാം പഴുത്ത് കേടായിട്ട് പോകുന്നു. ഈ കേടൊക്കെ മാറ്റാനും മാങ്ങ ഒക്കെ നല്ലതാകാനും പുഴുവൊക്കെ വരാതിരിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിങ്ങനെ പുകച്ചാൽ പുഴു വരത്തില്ല, മാങ്ങയ്ക്കകത്ത് പുഴു വരത്തില്ല. ഈ കേടെല്ലാം മാറും, മാങ്ങായും നല്ല വലുതാകും. കുറച്ചുകൂടെയൊക്കെ ഇനിയും അടുത്ത് വരുന്ന പൂ വരുന്നതിനും ഇത് നല്ല പ്രയോജനം. ഇങ്ങനെ പുകച്ചു കൊടുക്കുന്നത്, നമ്മളിങ്ങനെ ചപ്പെല്ലാം കൊണ്ടിട്ട് തീ കത്തരുത്. തീ കത്തുമ്പോൾ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പച്ച വാഴയിലയോ പച്ച ഓലയോ എന്തെങ്കിലും എടുത്ത് കിട്ടിയിട്ട് പുകയണം. ഇങ്ങനെ പുകയൊക്കെ ചെയ്യും. തീയായിട്ട് വരരുത്. തീ വരുമ്പോൾ അതിനെ ഇങ്ങനെ പുകയ്ക്കണം. ഇങ്ങനെ പുക അവിടെ നിൽക്കണം. ആ പുക ആ മാവിൻ്റെ തണ്ടയിലോട്ട് നല്ലതായിട്ട് കയറണം. നേരെ അങ്ങ് തൊട്ട് ചുവട്ടിലല്ല, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പുക കിട്ടിയാൽ മതി. പുക ആ മാവിൻ്റെ തണ്ടയിലോട്ട് കയറി ഇങ്ങനെ ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ ആ പൂ വരുന്ന സമയത്ത് ഒന്ന് പുകച്ച് കൊടുത്താൽ പുഴു വരത്തില്ല. ഒട്ടും മാങ്ങ കേടാകാതെ കിട്ടും. 2 മാവുണ്ട്. ഇത് വേറൊരു മാവാണ്. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് പുകയ്ക്കുക. ഇങ്ങനെ ഈ പുക കിട്ടിയാൽ മതി. കണ്ടോ, മാങ്ങ ഒക്കെ നല്ലതായിട്ട് കുലച്ച് മാങ്ങ വന്നിട്ടുണ്ട്. നല്ല വലിയ മാങ്ങ ആകുന്നത്. ഇങ്ങനെ ഈ പുകയ്ക്കണം. തീ വരാതെ കൂടെ നമ്മൾ നിൽക്കണം. തീ കത്തരുത്. തീ കത്താതെ ഇങ്ങനെ പുകഞ്ഞ് മാവിൻ്റെ മേലെ വരെ കിട്ടണം. നല്ലതായിട്ട് പൂത്തിട്ടുണ്ട് മാവ്. ഇങ്ങനെ നിങ്ങളൊന്ന് പുകച്ച് നോക്ക്. നല്ല പ്രയോജനമുള്ള ഒരു ടിപ്പായത്. നല്ല നിറയെ പൂ വന്നിട്ടുണ്ട്, മാങ്ങായും വന്നു. അത് മാങ്ങ തിരിച്ച് വന്നു.